ലാവിച്ച് തട്ടിപ്പ് കേസിൽ ഉടമകളുടെ സ്വത്തുക്കൾ ഇഡി മരവിപ്പിച്ചു. കെ.ഡി. പ്രതാപന്റെയും ഭാര്യ ശ്രീനയുടെയും 212 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. തുടർ നടപടികൾക്ക് ശേഷം മരവിപ്പിച്ച സ്വത്തുക്കൾ കണ്ടുകെട്ടും ക്രിപ്റ്റോ കറൻസി വഴി പ്രതികൾ 825 കോടി സമാഹരിച്ചുവെന്നും ഇഡി. ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ 1630 കോടി രൂപയുടെ തട്ടിപ്പും 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും നടത്തിയതായി കണ്ടെത്തിയ കേസിൽ നടപടികൾ ത്വരിതപ്പെടുത്തിയാണ് ഇഡി സ്വത്തുവകകൾ മരവിപ്പിച്ചത്. മരവിപ്പിച്ച സ്വത്തുക്കൾ തുടർ നടപടികൾക്ക് ശേഷം കണ്ടുകെട്ടും. 825 കോടി രൂപ ശേഖരിച്ചത് ക്രിപ്റ്റോ കറൻസിയിലൂടെയാണെന്നും ഇഡി കണ്ടെത്തിയിട്ടുണ്ട്. കേസിൽ ഇഡി അറസ്റ്റ് ഭയന്ന് ഒളിവിൽ പോയ ഹൈറിച്ച് എം.ഡി. പ്രതാപൻ ദാസനും സിഇഒ കൂടിയായ ഭാര്യ ശ്രീനയും ഒളിവിലാണ്. 1630 കോടി രൂപയുടെ സാമ്പത്തിക തട്ടിപ്പാണ് നടന്നതെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുമുണ്ട്. സംസ്ഥാന GST വിഭാഗമാണ് 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയാണ് തട്ടിപ്പ് നടന്നത്. റെയ്ഡിനൊപ്പം അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോഴാണ് പ്രതാപൻ ദാസനും ശ്രീനയും കടന്നുകളഞ്ഞത്. ഒളിവിൽ ഇരുന്നുകൊണ്ട് പ്രതാപൻ ദാസനും ശ്രീനയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കലൂർ PMLA കോടതി ഈ മാസം 30-ന് പരിഗണിക്കും. പ്രതികൾ 90 രാജ്യങ്ങളിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുകളും നടത്തിയിട്ടുണ്ട്. ജനം, കൊച്ചി.